ഈ പാലമാണോ വരാപ്പുഴ പാലമാണ്? ഇത് ഹൈവേയുടെ പണിയായിരിക്കും അല്ലേ? ഹൈവേയുടെ പണി അപ്പുറത്ത് നടക്കണം. ഇത് പറവൂര്, കൊടുങ്ങല്ലൂര്, തൃശ്ശൂരൊക്കെ പോകുന്ന ഹൈവേ ആണ്. ഇതൊക്കെ എറണാകുളത്ത് നിന്ന് വരികയാണ്. എറണാകുളമാണ്. ഓപ്പോസിറ്റ് പറവൂര്, കൊടുങ്ങല്ലൂരൊക്കെ പോകുന്നു. പിന്നെ നമ്മളിത് ഇങ്ങനെ തിരിയുമ്പോണ്ടല്ലോ ചേട്ടാ, ആ ബോട്ട് വരുന്നത് അത് ഏതാ സ്ഥലം? അത് ഏത് പുഴയത്? അത് മുട്ടാറുപുഴ എന്ന് പറയാം. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് മുട്ടാറുപുഴയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആലുവയിൽ വരുന്ന ശാഖ, പെരിയാറിന്റെ ശാഖ. അപ്പൊ മുട്ടാറുപുഴ ഇതിൽ വന്ന് മുട്ടുവാണ്. ഇവിടെ വന്ന് മുട്ടും. ഇവിടെ വന്ന് മുട്ടി കഴിഞ്ഞിട്ട് ഇത് ത്രിവേണി സംഗമം എന്ന് പറയാറുണ്ടല്ലോ. അതെ അതെ. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചേണ്ടി പണി നടക്കുന്നതിന്റെ അപ്പുറത്തുണ്ട് അതൊരു പുഴ കണ്ടോ, പാലത്തിനിടയിൽ കൂടെ. ആ പുഴയുടെ അവിടുന്ന് ഒരു പുഴ വരും, ഒരു പുഴ വരുന്നുണ്ടല്ലോ ആ സൈഡിൽ. ആ പുഴയൊക്കെ വന്ന് ആ പുഴയും ഈ രണ്ട് പുഴയും കൂടെ കൂടിയിട്ട് ഇവിടെ നേരെ ഒഴുകി കടലിലേക്ക് പോകും അല്ലേ? ഇത് അങ്ങോട്ട് അവിടെ കടലാണ്. ഈ പെരിയാർ നേരെ ഒഴുകി പോകുന്ന കടലിലേക്കാണ്. ഇതിലേക്കാണ് രണ്ട് മുട്ടാറുപുഴയും ആ പുഴയോട് വന്ന് ചെയ്യുന്നത്. ആ പുഴ, ഈ പുഴ, ഇതെല്ലാം കൂടെ ഇവിടെ വന്നിട്ട് അഴിമുഖമാണ് ശരിക്കും. ഇത് ത്രിവേണി സംഗമം എന്ന് പറയും. കേരളത്തിലെ എത്ര ത്രിവേണി സംഗമമുണ്ട്? കേരളത്തില് 3 ത്രിവേണി സംഘം ഉണ്ടെന്നാണ് വെപ്പ്. ഒന്ന് എവിടെയാണ്? ഒന്ന് ഇതുണ്ട് ഇവിടെ, ഒന്നിത് വരാപ്പുഴ, പിന്നൊന്ന് മൂവാറ്റുപുഴ. മൂന്നാറ്, മൂവാറ്റുപുഴ. പിന്നുള്ളത് കന്യാകുമാരി. അതാണ് ത്രിവേണി എന്നൊക്കെ പറയണത്. പക്ഷെ ഇവിടെ ത്രിവേണി ഇവിടെ ഫേമസ് ആ ത്രിവേണിക്ക്. കാരണം എന്താ അറിയാം, ത്രിവേണി സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ പഴയ പടം. അത് ഏലൂര് ഫെറിയിലാണ്. എന്ത് രസമല്ലേ ആ കാണുന്നല്ലേ ഫെറി? അതാണ് ഏലൂർ ഫെറിയാണ് ആ കാണുന്നത്. ഇത് ഏലൂർ ഫെറിയാണ്. വാട്ടർ മെട്രോ ഉണ്ടോ അപ്പുറത്ത്? വാട്ടർ മെട്രോ വരുന്ന പ്ലേസ് ആണ്. അവിടുന്ന് അവർക്ക് എറണാകുളം ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാം. അതാണ് വാട്ടർ മെട്രോയുടെ ഹബ്ബാണ് ആ കാണുന്നത് അല്ലേ? ഇത് ഒരു സ്റ്റേഷനാണ്. ഇത് ആ കാണുന്നതാണല്ലോ FACT. FACT. ആ കുഴലുകൾ കണ്ടോ? ആ കുഴലുകള് കണ്ടോടോ? കുഴലുകൾ. ഇതാണ് FACT. FACTയുടെ ഏരിയ. അപ്പൊ ഇത് പറയണം, ശരിക്കും നമ്മൾ എന്തേലും കറങ്ങിയാ പോകേണ്ടത് അല്ലേ? അതാണ് FACT. പിന്നെ ഈ കാണുന്നില്ല ഇത് ചേരാനെല്ലൂർ വാട്ടർ മെട്രോ ആണ്, ഫെറിയാണ്. ചേരാനെല്ലൂരാ കാണുന്നേ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോ ഇത് കാണുന്നത്. അതായത് ഏലൂര് പറയണത് 100 മീറ്റർ വ്യത്യാസവും. പിന്നെ ഇത് വരാപ്പുഴ ഫെറി കണ്ടോ? ഇവിടെ കണ്ടോ? ഈ ബോട്ട് ഇപ്പൊ വന്ന് നിൽക്കുന്നുണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യട്ടെ. കണ്ടോ? അതെ, ഇതാണ് ഈ വരാപ്പുഴ ഫെറി. ഈ വരാപ്പുഴ ഫെറിന്ന് നേരെ ഏലൂർ ഫെറിയിലേക്ക് കടത്തുണ്ട്. പിന്നെ ഏലൂർ ഫെറിന്ന് നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചേരാനെല്ലൂർക്കും കടത്തും. കണ്ടോ? നല്ല ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതിന് ആനുപാതികമായിട്ട് പാലം വരുവാണെങ്കിൽ അതിനുള്ള ആളില്ല. പാലം പണ്ട് ഈ വരാപ്പുഴ പാലം പണ്ട് ഇല്ലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞ 10-20 കൊല്ലം മുമ്പ് ഇല്ല. ആ കാണുന്ന വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏലൂര് ജോലിക്കാരുണ്ട് അവിടെ. ഒരുപാട് അവരെല്ലാം ഈ കടന്ന് ഏലൂര് ഫെറി വരും. എന്നിട്ട് അവിടുന്ന് കടന്നാണ് ഈ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. ആള് ഇന്ന് കുറവാണ് തോന്നുന്നത്. പണ്ട് ഇത് ജങ്കാറായിരുന്നു ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. ബസ്സൊക്കെ ഏലൂരിൽ നിന്ന് ബസ് വന്നിട്ട് ഇവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരുന്ന ബസ് ജങ്കാറി കൊണ്ടുവരും ബസ്. എന്നാണെങ്കിലും ഭയങ്കര രസമാണ് കാണാൻ അല്ലേ? എന്ത് ഇതാ തെങ്ങ്, എന്ത് രസമാണ്. മനോഹര സ്ഥലമാണ്. ചീനവല ഉണ്ടോ? അങ്ങനെ ചീനവല രണ്ടെണ്ണം ഉണ്ടോ? അതെല്ലാം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്ലേസ് ആയതല്ല. അടിപൊളി പ്ലേസ്. ഇത് മറ്റേ ഈ ഭാഗത്തേക്കുള്ള വെള്ളത്തിന് സ്റ്റോക്ക് ചെയ്യാൻ ഈ കുറച്ച് നാൾ മുമ്പ് വന്ന ഒരു ടാങ്കാണ്. ഈ ഏരിയയിലേക്ക് ഇവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് അല്ലേ? വെള്ളം അത് പിന്നെ എറണാകുളം പൊതുവെ ഉണ്ടല്ലോ. ഇങ്ങനെ ശുദ്ധീകരിച്ചുള്ള വെള്ളം. അതെ. അപ്പൊ അങ്ങനെയാണ് മനോഹരമായ ഈ സ്ഥലം. ഓക്കെ. അങ്ങനെ ത്രിവേണി കണ്ടല്ലോ അല്ലേ? ത്രിവേണി സംഗമം കണ്ടു. അടിപൊളി.